ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കാണാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അതിനു വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2.4 സ്ക്വയർ 2.4 സ്ക്വയർ കാണാൻ ആദ്യം നമുക്ക് 24ൻ്റെ സ്ക്വയർ കാണാം. ഈ നമ്പറിനെ 3 പാർട്ടാക്കുക. ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ 4. ലാസ്റ്റ് പാർട്ട് ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ 16. ഇനി മിഡിൽ പാർട്ട് കാണാൻ വേണ്ടി ഈ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 8, 8 × 2 16. ഇനി ആൻസർ എഴുതാൻ വേണ്ടി നമുക്ക് യൂണിറ്റ് പ്ലേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് 16ൻ്റെ യൂണിറ്റ് പ്ലേസ് 6. ഈ 1നെ എന്ത് ചെയ്യുക, അടുത്ത ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 16 + 1 17. അവിടെ എന്താണ് 17ലെ യൂണിറ്റ് പ്ലേസ് 7 ആണ്. അപ്പോൾ 7 എഴുതുക. 1നെ എന്ത് ചെയ്യുക, അടുത്ത ടേമായിട്ട് ആഡ് ചെയ്യുക. 4 + 1 5. അപ്പോൾ 24ൻ്റെ സ്ക്വയർ 576. നമുക്ക് വേണ്ടത് 2.4ൻ്റെ സ്ക്വയർ ആണ്. 2.4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരൊറ്റ ഡിജിറ്റാണ് വന്നിരിക്കുന്നത്, അതായത് ഒരു പ്ലേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിൻ്റെ ഡബിൾ എടുക്കുക. 1ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ ആൻസർ എഴുതാൻ വേണ്ടി നമുക്ക് ഈ റൈറ്റിൽ നിന്ന് 2 പ്ലേസ് മാറ്റി പോയിൻ്റ് കൊടുക്കുക. അതായത് 1 2. അപ്പോൾ ഇവിടെ ആയിരിക്കും പോയിൻ്റ് വരുന്നത് 5.76. അതായത് 2.4ൻ്റെ സ്ക്വയർ 5.76. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 0.25 സ്ക്വയർ 0.25ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, 25ൻ്റെ സ്ക്വയർ കാണുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 പാർട്ടാക്കാം. ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ 4. ലാസ്റ്റ് പാർട്ട് ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ 25. ഇനി മിഡിൽ പാർട്ട് കാണാൻ വേണ്ടി ഈ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 5 10, 10 × 2 20. ഇനി ആൻസർ നോക്കാം. യൂണിറ്റ് പ്ലേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് 25ൽ 5. ഇനി ഈ 2നെ എന്ത് ചെയ്യുക, അടുത്ത ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 20 + 2 22. 22ൽ യൂണിറ്റ് പ്ലേസ് 2. ഇനി ഈ 2നെ എന്ത് ചെയ്യുക, ലാസ്റ്റ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 2 + 4 6. അപ്പോൾ 25ൻ്റെ സ്ക്വയർ 625 ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് 0.25ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 2ൻ്റെ ഡബിൾ എന്ന് പറയുമ്പം 4 ആണ്. അതായത് നമ്മുടെ ആൻസർ എന്ന് റൈറ്റിൽ നിന്ന് തുടങ്ങുക. റൈറ്റിൽ നിന്ന് 4 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ്, തേർഡ്, 4th പ്ലേസ് ഇവിടെ ഇല്ല, ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കുക. അപ്പം 0.25ൻ്റെ സ്ക്വയർ എന്താണ്, 0.0625. 0.25ൻ്റെ സ്ക്വയർ 0.0625. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 0.068 സ്ക്വയർ 0.068 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 68ൻ്റെ സ്ക്വയർ കാണാം. ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. 68ൻ്റെ സ്ക്വയർ ഈ ടേം, അതായത് ഈ നമ്പറിനെ എന്ത് ചെയ്യുക, 3 പാർട്ടാക്കുക. ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 6 സ്ക്വയർ 36. ലാസ്റ്റ് പാർട്ട് ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ, അതായത് 8 സ്ക്വയർ 64. ഇനി മിഡിൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 8 48, 48 × 2 96. ഇനി ആൻസർ എഴുതാൻ വേണ്ടി യൂണിറ്റ് പ്ലേസിൽ നോക്കുക. യൂണിറ്റ് പ്ലേസിൽ എന്താണ് 4. ഇനി ഈ 6നെ എന്ത് ചെയ്യുക, 96ൻ്റെ കൂടെ ആഡ് ചെയ്യുക.
96 പ്ലസ് 6 എത്രയാണ്? 102 അല്ലേ? 102 യൂണിറ്റ് പ്ലേസ് എന്താണ്? 2. അപ്പോൾ 2 എഴുതാം. ഇനി 10 എന്ത് ചെയ്യാം? അടുത്ത ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് 10 പ്ലസ് 36 ഈക്വൽസ് 46. ഇപ്പം 68 സ്ക്വയർ കിട്ടി 4624. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ 0.068 സ്ക്വയർ ആണ്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 6 ആണ് അല്ലേ? അപ്പം ആൻസറിൽ നിന്ന് തുടങ്ങുക. ആൻസറിൻ്റെ റൈറ്റ് പാർട്ടിൽ നിന്ന് 6 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5th പ്ലേസ് ഇവിടെ നമ്പർ ഇല്ല, അതുകൊണ്ട് നമുക്ക് 0 കൊടുക്കാം. 6th പ്ലേസിൽ 0 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക. അപ്പോൾ 0.068 സ്ക്വയർ 0.004624. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. .65 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 65ൻ്റെ സ്ക്വയർ കാണാം. 65ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി ഈ നമ്പറിനെ നമുക്ക് 3 പാർട്ടാക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ, അതായത് 6 സ്ക്വയർ 36. ഇനി ലാസ്റ്റ് പാർട്ട് എന്താണ്? 5 സ്ക്വയർ, അതായത് ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ 25. ഇനി മിഡിൽ പാർട്ട് കാണാൻ വേണ്ടി ഈ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 5 30, 30 × 2 60. ഇനി ഇവിടെ ആൻസർ നോക്കുക. ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കുക. 25ൻ്റെ യൂണിറ്റ് പ്ലേസ് 5. ഇനി ഈ 2നെ എന്ത് ചെയ്യുക? അടുത്ത ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 60 + 2 62. 2 എഴുതാം. 6 എന്താണ്? അടുത്ത ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 36 + 6 42. ഓക്കെ, അപ്പോൾ 65ൻ്റെ സ്ക്വയർ 4225. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് 0.65 സ്ക്വയർ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഡബിൾ എന്താണ്? 4 ആണ് അല്ലേ? അപ്പോൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 പ്ലേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക. അതായത് 0.65ൻ്റെ സ്ക്വയർ 0.4225. അടുത്തൊരു എക്സാമ്പിൾ. ഇനി ഒരു 3 ഡിജിറ്റിൻ്റെ കേസ് എടുക്കാം. 3 ഡിജിറ്റ് ആകുമ്പോൾ 1.15 സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യുക? 1.15ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി ആദ്യം 115ൻ്റെ സ്ക്വയർ കാണാം അല്ലേ? അതിനു വേണ്ടി ഈ നമ്പറിനെ നമുക്ക് 2 പാർട്ടാക്കാം. അതായത് യൂണിറ്റ് പ്ലേസിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ 2 പാർട്ട് കിട്ടി. ആദ്യത്തെ പാർട്ട് 11, രണ്ടാമത്തെ പാർട്ട് 5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ 11 ആണ്. സെക്കൻഡ് പാർട്ട് 5. ഫസ്റ്റ് പാർട്ട് 11ൻ്റെ സ്ക്വയർ, ലാസ്റ്റ് പാർട്ട് 5ൻ്റെ സ്ക്വയർ. ഇനി മിഡിൽ പാർട്ട് 11 × 5 × 2. ഇനി ഫസ്റ്റ് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് കാണാം. 11 സ്ക്വയർ. 11 സ്ക്വയർ എന്താണ്? നമ്മളിവിടെ ചെയ്ത ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1. ഇനി മിഡിൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 1 × 1 1 × 2. അപ്പോൾ ആൻസർ 2. ഇനി ലാസ്റ്റ് പാർട്ട് എന്താണ്? 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 121. 121. ഇനി 11 × 5 55. 55 × 2 110. ലാസ്റ്റ് 5 സ്ക്വയർ 5 സ്ക്വയർ 25. ഇനി ആൻസർ നോക്കുക. ആൻസറിനെ നമുക്ക് യൂണിറ്റ് പ്ലേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. 5. ഇനി 110 + 2 112. ഇവിടെ യൂണിറ്റ് പ്ലേസ് എത്രയാണ്? 2. അപ്പോൾ 2 എഴുതുക. 11നെ എന്ത് ചെയ്യുക? അടുത്ത ടേമായിട്ട് ആഡ് ചെയ്യുക. അതായത് 11 + 121 = 132. അപ്പോൾ 115ൻ്റെ സ്ക്വയർ 13225. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1.15 സ്ക്വയർ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഡബിൾ എന്താണ്? 4 ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4.
4 കഴിഞ്ഞിട്ട് ഇവിടെ വേണം നമുക്ക് പോയിൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 1.15ൻ്റെ സ്ക്വയർ 1.3225. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. 3 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. 0.461 സ്ക്വയർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 461ൻ്റെ സ്ക്വയർ കാണാം. അതിനു വേണ്ടി ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? യൂണിറ്റ് പ്ലേസിനെ സെപ്പറേറ്റ് ചെയ്ത് 2 പാർട്ടാക്കി. ഇനി എന്താണ്, ഇതിനെ നമുക്ക് 3 പാർട്ടാക്കാം. ആദ്യത്തെ പാർട്ട് എന്താണ്? 46 സ്ക്വയർ. ലാസ്റ്റ് പാർട്ട് 1 സ്ക്വയർ. ഇനി മിഡിൽ പാർട്ട് എന്താണ്? 46 × 1 × 2. ഇനി ഫസ്റ്റ് പാർട്ട് 46 സ്ക്വയർ ആണ്. 46 സ്ക്വയർ എങ്ങനെ കാണാം നോക്കുക. ഇതിനെ നമുക്ക് 3 പാർട്ടാക്കാം. ഫസ്റ്റ് പാർട്ട് 4 സ്ക്വയർ 16. ലാസ്റ്റ് പാർട്ട് 6 സ്ക്വയർ 36. ഇനി മിഡിൽ പാർട്ട് 4 × 6 24. 24 × 2 48. ഇവിടെ നോക്കുക, യൂണിറ്റ് പ്ലേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. 6 48 + 3 51. 51ൽ യൂണിറ്റ് പ്ലേസ് 1. ഇനി 5നെ 16ഓടെ ആഡ് ചെയ്യുക. 16 + 5 21. അതായത് 46ൻ്റെ സ്ക്വയർ 2116. ഇനി 46 × 1 46 × 2 92. 1 സ്ക്വയർ 1. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 1. ഇവിടെ എന്താണ്? 2. 9ന് ലാസ്റ്റ് ടേം ആയിട്ട് ആഡ് ചെയ്യുക. 2116 + 9 2125. അപ്പോൾ 461ൻ്റെ സ്ക്വയർ 212521. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? 0.461 സ്ക്വയർ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 6. അപ്പോൾ ആൻസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിൽ നിന്ന് തുടങ്ങുക. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കുക.